ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇന്തിഫാദ. ഞാൻ ഒന്നുകൂടെ നോക്കി, എവിടെയാണ് ഇതിപ്പോൾ ഞാൻ വായിക്കണത്? മാധ്യമം തന്നെ അല്ലേ. ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇന്തിഫാദ. ഹമാസ് സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, പോരാളികളൊക്കെയാണ് എന്ന് വാദിക്കുന്ന മീഡിയ വൺ പോലെയുള്ള ചാനലുകളുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള മാധ്യമം ഓൺലൈനിൽ ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇന്തിഫാദ എന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് അല്ലേ? തീവ്രവാദം എന്ന് മാറ്റി സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ളത് കൊടുക്കുമായിരിക്കുമല്ലേ? നമസ്കാരം. മറ്റൊരു വാർത്തയെ കുറിച്ചിട്ടാണ്. ആകെ മൊത്തത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെയാണ് SFI മുന്നോട്ടേക്ക് പോകുന്നത്. എങ്ങനെ, ഏതൊക്കെ തരത്തിൽ, എന്തിനെയൊക്കെ പ്രതിരോധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഐഡിയ അവരുടെ ഭാഗത്തു നിന്നില്ല. സിദ്ധാർത്ഥിനെ ഒരു SFIക്കാരനാക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടാണ് ആർഷോ വൈകിട്ട് കാണിക്കുന്നത് കണ്ടത്. അതൊക്കെ തീരെ പക്വതയില്ലാത്ത ഒരു നടപടിയായിപ്പോയി. സിദ്ധാർത്ഥിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് വെച്ചതിലടക്കം ആളുകൾക്ക് വലിയ അമർഷമുണ്ട്. വീട്ടുകാരൊക്കെ പൊട്ടിത്തെറിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാനായിട്ട് എത്ര നോക്കിയാലും നടക്കത്തില്ല. പലപ്പോഴും SFI, DYFI ഒക്കെ ഭരണപക്ഷത്തിന് വലിയ തലവേദനയായിട്ട് മാറുന്ന കാഴ്ചകൾ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ കണ്ടിരുന്നു. ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുമ്പോൾ ന്യായീകരിക്കുന്നത് പോലെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള SFIക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ആർഷയെ പോലുള്ള ആളുകളുടെ വാക്കുകൾക്ക് ഈ ഒരു സമയത്ത് ചെവി കൊടുക്കേണ്ട ഒരു ആവശ്യം നിലവിലില്ല. ഏതായാലും SFI വേറൊരു തരത്തിൽ പ്രതിരോധിക്കേണ്ട ഒരു സംഗതിയാണ് കേരള സർവകലാശാല കലോത്സവത്തിന്റെ ടൈറ്റിൽ ഇന്തിഫാദ. ഒത്തിരിയധികം ആളുകളെ അസ്വസ്ഥമാക്കിയ ഇന്തിഫാദ എന്നുള്ള ടൈറ്റിൽ. അതിനെക്കുറിച്ചിട്ട് പല മാധ്യമങ്ങളും പല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സർവകലാശാല കലോത്സവത്തിനെതിരെ ഹർജി. ഇതിൽ മാധ്യമത്തിന്റെ ഓൺലൈൻ പോർട്ടൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത വായിക്കാം. മീഡിയ വൺ, മാധ്യമം എല്ലാം സഹോദര സ്ഥാപനങ്ങളാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ മാനേജ്മെന്റിലുള്ള സ്ഥാപനങ്ങളാണല്ലോ. അപ്പോൾ മാധ്യമത്തിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അബദ്ധമാണ്. വെബ് ഡെസ്കിന് അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമായിരിക്കും. ഇത് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വാർത്ത മുഴുവനായിട്ട് വായിക്കാം. കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. കൊല്ലം അഞ്ചൽ സ്വദേശിയായ AS ആശിഷാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഫലസ്തീൻ ഇസ്രയേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പദമാണിതെന്നും ഇത്തരം പേര് കലോത്സവത്തിന് നൽകരുതെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്തിഫാദയുടെ മീനിങ്ങിലേക്ക് പോകണമല്ലോ. ഒന്നാം ഇന്തിഫാദ, രണ്ടാം ഇന്തിഫാദ. ഒന്നാം ഇന്തിഫാദ പാലസ്തീൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കല്ലേർ ഇന്തിഫാദയായിരുന്നു. സായുധമായിട്ടും അല്ലാതെയുമൊക്കെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അധിനിവേശത്തിനെതിരെ മുന്നോട്ടേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇന്തിഫാദ കൊണ്ട് അർത്ഥമാക്കിയത്. ഫലസ്തീനിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളൊക്കെയാണ് ഈ ഒരു ഇന്തിഫാദ ആശയവുമായിട്ട് ആദ്യം മുന്നോട്ടേക്ക് വരുന്നത്. എന്നാൽ ഇന്തിഫാദ ആദ്യം തുടങ്ങി വെച്ചത് ഫലസ്തീനിലല്ല. ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലല്ല ഇന്തിഫാദ നമ്മൾ കേൾക്കുന്നത്. 1952 ഇറാഖിൽ ഒരു ഇന്തിഫാദ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഇന്തിഫാദയിൽ കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്തിഫാദ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കലോത്സവത്തിന് SFIക്കാർ ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ വാദിക്കാം. എന്നാലും ഇന്തിഫാദ എന്ന് പറയുന്നത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയം ചില ആളുകളുടെ മുൻപിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എടുത്താൽ മതി. ഇസ്രയേലിന്റെ തിരിച്ചടികളെ 100 കൊടുക്കുന്ന ഇസ്രയേലിന്റെ തിരിച്ചടികളെ കൈയടിച്ച് ആഘോഷിക്കുന്ന RSSകാർ ഇവിടെ ഉണ്ട്. ഇതിനകത്തെ മനുഷ്യത്വത്തെ കുറിച്ചിട്ടൊന്നും RSS ഇവിടെ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള BJPക്കാർ, സംഘപരിവാർ അനുകൂലികൾ, ഹിന്ദുത്വ രാഷ്ട്ര സ്വപ്ന മോഹികൾ, അവരൊന്നും അതിനകത്തെ മനുഷ്യത്വത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. 100 തിരിച്ചു കൊടുക്കുന്നു, മുസ്ലിങ്ങൾ കൂട്ടമായിട്ട് മരിക്കുന്നു, വെള്ളം കിട്ടാതെ ചാവുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള ഇവരുടെ ആ ഒരു സന്തോഷത്തിന്റെ മെയിനായിട്ടുള്ള റീസൺ. അല്ലാതെ എന്ത് റീസൺ ആണ്? ഫലസ്തീനിലുള്ള ആളുകൾ പട്ടിണി കിടക്കുന്ന സമയത്ത്, ഇസ്രയേൽ തിരിച്ചടിക്കുന്ന സമയത്ത് കൈയടിക്കാൻ വേണ്ടി, ഇവിടെ ഇരുന്ന് കൈയടിക്കാൻ വേണ്ടി വേറെന്ത് കാരണമാണുള്ളത്? രാജ്യത്തിന് ഇസ്രയേലുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്ന് കൈയടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പക്ക മുസ്ലിം വിരോധം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് വിറപ്പിക്കുക. ആ ഒരു വേർഡിന്റെ മീനിങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്ന് വിറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആയിരിക്കാം SFI ആ ഒരു പേരിടുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പേര് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്നും ഇത് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഗവർണർ, കേരള സർവകലാശാല വൈസ് ചാൻസലർ, സർവകലാശാല യൂണിയൻ എന്നിവർക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശം നൽകി. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, മാപ്പിളപ്പാട്ട്, നാടോടി നൃത്തം, ദേശഭക്തിഗാനം,
ദേശഭക്തി ഗാനം. ജനഗണമംഗളദായക ജയ. ഓട്ടംതുള്ളൽ, ക്വിസ്, ചിത്രരചന തുടങ്ങി അറിയുന്നതും അറിയപ്പെടാത്തതുമായ സംസ്ഥാനത്തെ യുവാക്കൾക്കിടയിലുള്ള കലാ സാംസ്കാരിക കാര്യങ്ങൾ ഊർജിതപ്പെടുത്തുക എന്നതാണ് കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തവണത്തെ കലോത്സവത്തിന് നൽകിയിരിക്കുന്ന ഇന്തിഫാദ എന്ന പേര് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. തകിടം മറിക്കുക എന്നതിന്റെ അറബിക്ക് പദമാണ് ഇന്തിഫാദ. ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് ലക്ഷ്യമിട്ട് ഫലസ്തീനികൾ ഈ പദം ഉപയോഗിക്കുന്നു. ഇസ്രയേലും ഫലസ്തീനുമായി ഗസയിൽ ഉടലെടുത്ത സംഘർഷത്തോടനുബന്ധിച്ച് ഫലസ്തീൻകാർ ഉപയോഗിച്ച വാക്കാണിത്. ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇന്തിഫാദ. ഞാൻ ഒന്നുകൂടെ നോക്കി, എവിടെയാണ് ഇതിപ്പോൾ ഞാൻ വായിക്കണത്? മാധ്യമം തന്നെ അല്ലേ. ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇന്തിഫാദ. ഹമാസ് സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, പോരാളികളൊക്കെയാണ് എന്ന് വാദിക്കുന്ന മീഡിയ വൺ പോലെയുള്ള ചാനലുകളുടെ സഹോദര സ്ഥാപനമായിട്ടുള്ള മാധ്യമം ഓൺലൈനിൽ ഹമാസ് പോലുള്ള തീവ്രവാദ സായുധ സംഘങ്ങളുമായി ചരിത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പേരാണ് ഇന്തിഫാദ എന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് അല്ലേ? തീവ്രവാദം എന്ന് മാറ്റി സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ളത് കൊടുക്കുമായിരിക്കുമല്ലേ? ഇസ്രായേലിന് മേൽ ഫലസ്തീന്റെ സ്കാർഫ് വീണ് കിടക്കുന്നതാണ് കലോത്സവ ലോഗോയിലുള്ളത്. ഒരു യുവജനോത്സവം കലാപവുമായോ യുദ്ധവുമായോ ബന്ധപ്പെടുത്തരുത്. കലോത്സവത്തിൽ രാഷ്ട്രത്തിനോ ആഗോള രാഷ്ട്രീയത്തിനോ സ്ഥാനമില്ല. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷമല്ല ഇവിടെ ചർച്ചയാക്കേണ്ടതും സർക്കാത്മകമായി പ്രകടിപ്പിക്കേണ്ടതുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു തരത്തിൽ നോക്കുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയം പറച്ചിലായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് ഭയങ്കര വർഗീയപരമായിട്ടാണ്. അപ്പോൾ അതിനെ ശരിക്കും യൂസ് ചെയ്യുമ്പോഴത്തേന് കുറച്ചും കൂടെ ഒരു പക്വതയോടെ സമീപിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്തിട്ട് ഈ ഒരു അവസരവും ഇതിൻ്റെ കൂടെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് സംഘപരിവാറുകാർ കാര്യമായിട്ട് തന്നെ SFI = PFI എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അവന്മാർക്ക് എന്തുണ്ട്? മുസ്ലിം വിരുദ്ധത എന്നല്ലാതെ അവന്മാരുടെ തലച്ചോറിൽ എന്തുണ്ട്? ഇപ്പോൾ ഫലസ്തീനിലെ അവസ്ഥ അതിഭീകരമാണ്. ഇസ്രായേൽ തിരിച്ചടിക്കുന്ന ഓരോ അടിയിലും വംശഹത്യയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പ്രകടമാണ്, നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവും, നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നത് PFIക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ PFI ചിന്താഗതിയുള്ള ആളുകളാണ് എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള വർഗീയവാദമാണ്. കാരണം അങ്ങനെ ഇവന്മാർ നോക്കുമ്പോഴത്തേന് മുസ്ലിങ്ങൾക്ക് ഫലസ്തീനിലുള്ള ജനതയുടെ കാര്യത്തിൽ ഒരു സോഫ്റ്റ് കോർണർ വരുന്നതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം മതം വിശ്വസിക്കുന്ന ആളുകൾക്ക്, മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാരും സഹോദരങ്ങളാണല്ലോ. അപ്പം അതിനകത്ത് ഹമാസിനെ അനുകൂലിക്കുന്ന മാത്രമേ ഉള്ളൂ പ്രോബ്ലമാറ്റിക്. അപ്പോൾ ഈ ഫലസ്തീൻ ജനതയുടെ വിഷമത്തിൽ ഇത്തിരി വിഷമം തോന്നുന്ന ആളുകളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു വെക്കുന്നതായിരിക്കാം RSSന്റെ പുതിയ പ്രചരണ രീതി. അത് വിശ്വസിക്കാനായിട്ട് സംഖ്യകൾക്ക് പറ്റും, ക്രിസ്ത്യൻകൾക്കും പറ്റും. അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്ന പ്രമേയം മുന്നോട്ട് വെച്ചാണ് ഇന്തിഫാദ എന്ന പേര് സർവകലാശാല കലോത്സവത്തിന് നൽകിയത്. ഈ വിഷയത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം നടത്താൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ജന്മഭൂമിയുടെ റിപ്പോർട്ട് വായിച്ചില്ല എന്ന് വേണ്ട. ഇന്തിഫാദ സർവകലാശാല കലോത്സവത്തിന് SFI ഇസ്ലാമിക ജിഹാദിന്റെ പേര് നൽകി. ഇന്തിഫാദയിൽ ടെററിസവും ബോംബാക്രമണവും ഉണ്ട്. സായുധവും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രതിരോധ രീതികളെയും സ്വാഗതം ചെയ്യുന്നതാണ് ഇന്തിഫാദ എന്ന് പറയുന്നത്. ആദ്യം സ്റ്റോൺ ഇന്തിഫാദയായിരുന്നു, കല്ല് വെച്ചിട്ടുള്ള പ്രതിരോധം. കേരള സർവകലാശാല കലോത്സവത്തിന്റെ പേര് ഇന്തിഫാദ. ഇസ്രായേലിനെതിരെ പലസ്തീൻ ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ജിഹാദിന്റെ, എനിക്ക് ഇവന്മാരുടെ വാർത്ത വയ്ക്കുമ്പോൾ സത്യത്തിൽ ചിരി വരും കേട്ടോ. ഭയങ്കര ഭീതിയാണ്, എല്ലാത്തിനകത്തും ഭീതിയാണ്, ഓരോ വരികളിലും ഭീതിയാണ്. ഇസ്രായേലിനെതിരെ പലസ്തീൻ ഇസ്ലാമിക ഭീകരർ നടത്തുന്ന ജിഹാദിന്റെ പേരാണ് ഇന്തിഫാദ. ഇതിൽ ടെററിസം, വയലൻസ് എന്നിവ ഉൾപ്പെടുന്നു. കലയും സംഗീതവും കൈകോർക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിക്ക് ഇന്തിഫാദ എന്ന പേര് നൽകിയതിന്റെ സാംഗത്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. നേരത്തെ CPMനെ പോലെ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയും ന്യൂനപക്ഷ പ്രകടനം നടത്താൻ കിട്ടുന്ന അവസരമെല്ലാം ഉപയോഗിക്കുകയാണ്. ഇവിടെയാണ് ചോദ്യം വരുന്നത്, ഇവിടെയാണ് വർഗീയ മുഖം വെളിവാകുന്നത്. ഇപ്പോൾ ഇന്തിഫാദ എന്ന പേരിടുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളെ മുഴുവനായിട്ട് പ്രീണിപ്പിക്കാൻ പറ്റുമെന്ന് ജന്മഭൂമിയോട് ആരാണ് പറഞ്ഞത്? ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം ഭാഗത്തിലുള്ള ആളുകൾ, അവർക്കെല്ലാം ഇന്തിഫാദ അല്ലെങ്കിൽ ഈ സായുധ വിപ്ലവം അതിനോട് പ്രിയമുണ്ട് എന്ന് ജന്മഭൂമിയോട് ആരാണ് പറഞ്ഞത്? വരുത്തി തീർക്കാൻ ശ്രമിക്കുകയല്ലേ. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം സായുധ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങളിലെ പ്രചാരകരാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമമാണ് ഓരോ വരികളിലും. അല്ല എന്നുണ്ടെങ്കിൽ ഈ വാക്യത്തിൻ്റെ മീനിങ് എന്താണ്? വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയും ന്യൂനപക്ഷ പ്രീണനം നടത്താൻ കിട്ടുന്ന അവസരമെല്ലാം ഉപയോഗിക്കുകയാണ്. ഇന്തിഫാദ എന്ന പേരിട്ട് കഴിഞ്ഞാൽ പ്രീണനം നടത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ന്യൂനപക്ഷ പ്രീണനം
ഇപ്പോൾ ന്യൂനപക്ഷത്തിലെ തീവ്രവാദ സ്വഭാവമുള്ളവർ SFIയുടെ കടിഞ്ഞാൻ തന്നെ കയ്യിലെന്തുന്ന സ്ഥിതിവിശേഷമുണ്ടോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. വേണ്ടത്ര ചരിത്ര അവബോധമില്ലാതെ എങ്ങനെയാണ് ഇത്തരമൊരു തീരുമാനം എടുക്കപ്പെട്ടത് എന്നതിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ സംശയം ഉയരുന്നുണ്ട്. ലോഗോ ഡിസൈനിൽ തന്നെ ഒരു കലയുടെ നൈർമല്യമല്ല, ഒരു തരം തീവ്രമായ സംഘർഷത്തിന്റെ സ്വഭാവമാണ് കാണുന്നത്. ഈ KSU എങ്ങനെയാണ് എപ്പോഴും ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മാരജസിലെ ഫ്രട്ടേണിറ്റി പിള്ളേരുടെ കാര്യം പറഞ്ഞു. ഫ്രട്ടേണിറ്റി ഒന്നും ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പം സ്റ്റുഡൻസ് ഫ്രട്ടേണിറ്റി. അപ്പോൾ ഇതിനകത്തൊന്നും SFIയുടെ ഒരു സപ്പോർട്ടില്ല. KSU സപ്പോർട്ട് കൊടുക്കുന്നതല്ല ഫ്രട്ടേണിറ്റി. ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ പേര് നൽകിയതെന്ന ചോദ്യത്തിന് SFIക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. ഗാന്ധിജി പണ്ട് നടത്തിയതുപോലെ അഹിംസാ സമരമൊന്നുമല്ല ഇന്തിഫാദ. ഇതിൽ ഇസ്രായേലികളെ കൊല്ലാൻ തീവ്രവാദം, ബോംബാക്രമണം എന്നിവ നടത്താനും ഇന്തിഫാദ ആഹ്വാനം ചെയ്യുന്നു. സംഭവം വിവാദമായതോടെ സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം തേടുമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ അറിയിച്ചു. കലോത്സവത്തെക്കുറിച്ചിട്ട് ഒരു കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്നും VC മോഹനൻ കുന്നുമേൽ പരാതിപ്പെടുന്നു. സർവകലാശാല യൂണിയനാണ് തീരുമാനമെടുത്തത്. കലോത്സവം യുദ്ധമോ കലാപവുമല്ല, കലാപരമായ കേരളീയമായ പേരുകളാണ് കലോത്സവത്തിന് വേണ്ടത്. അറബിക് പേരെങ്ങനെ വന്നു എന്ന് അറിയില്ലെന്നും VC പറഞ്ഞു. സാഹചര്യം ഇതായതുകൊണ്ടായിരിക്കാം കലോത്സവത്തിൽ SFI ഇന്തിഫാദ എന്നൊക്കെ പറയുമ്പോഴത്തേന് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ഓരോ തരത്തിലുള്ള രാഷ്ട്രീയം പ്രകടിപ്പിക്കാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഓരോ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. അതിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെയൊക്കെ കാര്യം ഓർത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ SFIയുടെ ഈ ഇന്തിഫാദയൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല, അന്നൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ ഇന്തിഫാദ അതിൻ്റെ സെൻസിറ്റീവായിട്ടുള്ള വശങ്ങൾ പരിഗണിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം അത്രത്തോളം മനസ്സിലാവുന്നില്ല. കലോത്സവത്തിൽ നിന്ന് നിലവിലത്തെ ഈ ഒരു സെൻസിറ്റീവായിട്ടുള്ള കലുഷിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു പക്ഷം പിടിക്കലായിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇന്തിഫാദ എന്ന് പറയുന്നത്. വേണ്ട, ഫലസ്തീൻ വിമോചന സമരം ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഹമാസ് ആയതുകൊണ്ടും ഹിസ്ബുള്ള IS പോലെയുള്ള സഹോദര സംഘടനകളുടെ അതേ സ്വഭാവമുള്ള ടീമുകളായതുകൊണ്ടും അവരുടെ അധിനിവേശ സ്വഭാവത്തെക്കുറിച്ചിട്ട് അവരുടെ തന്നെ നേതാക്കൾ പലയിടത്തും പറഞ്ഞിട്ടുള്ളതുകൊണ്ടും അവർക്ക് സ്വതന്ത്ര ഒരു രാജ്യം ഫലസ്തീൻ കിട്ടിയാൽ മാത്രം പോരെ, ഇസ്രായേൽ മുഴുവനായിട്ട് വേണമെന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശരിക്കും ഫലസ്തീൻ ഇസ്രായേൽ പക്ഷം പിടിക്കലുകൾ എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നന്ദി.